ഓക്കെ, നമ്മൾ ഇന്നലെ പഠിച്ച് നിർത്തിയെടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ ചാർജിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനാണ് നമുക്ക് ഇന്നും പഠിക്കാനുള്ളത്. ഇന്ന് നമുക്ക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കാം. പ്രധാനമായിട്ടും 5 പ്രോപ്പർട്ടീസാണ് ചാർജിനുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ്. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്കിതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, പോസിറ്റീവും റിപ്പൽ ചെയ്യും, നെഗറ്റീവും റിപ്പൽ ചെയ്യും. പക്ഷേ പോസിറ്റീവും നെഗറ്റീവും എന്ത് സംഭവിക്കുന്നു? അവർ അട്രാക്റ്റ് ചെയ്യും. ഇതാണ് ചാർജിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി ചാർജിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് ആണ്. അഡിറ്റിവിറ്റി അതായത് ചാർജസിനെ നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ പല ചാർജസ് ഉണ്ട്. +5, -2, +3. അങ്ങനെയെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ മൊത്തവും ചാർജ് എങ്ങനെ വരും? 5 + 3 -2, 8 - 2 6. നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെ, പക്ഷെ അവരുടെ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്ത് ചെയ്യണം? ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് അഡിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നമ്പേഴ്സിന് പകരം ഞാനിത് Q1, Q2, Q3 അങ്ങനെയുള്ള ചാർജസ് ആണെങ്കിൽ ടോട്ടൽ ചാർജ് എങ്ങനെ വരും? ടോട്ടൽ ചാർജ് ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. Q1 + Q2 + Q3. ഇതിപ്പോൾ എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട്, നെഗറ്റീവ് ആണെങ്കിൽ അതനുസരിച്ച് ചാർജ് കൺസിഡർ ചെയ്യാം. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. അതാണ് എപ്പോഴും പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ഒരു ബേസിക് ഫോർമുല ഓർക്കുക. ഇത് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതിൽ ആദ്യത്തെ Q = ±NE എന്ന് എഴുതിയാൽ തന്നെയും നമുക്ക് ഫുൾ മാർക്സ് കിട്ടും. ഇനി ഇതിൻ്റെ ടേംസും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആൻസറായി. അതായത് ഒരു സിസ്റ്റത്തിൽ n ചാർജസ് ആണ് ഉള്ളതെങ്കിൽ n സ്റ്റാൻഡ്സ് ഫോർ ആൻ ഇൻഡിജർ. അതായത് n 1 2 3 etc. ആൻഡ് വാട്ട് ഈസ് E? E ഈസ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. എന്താണ് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ വാല്യൂ? 1.6 × 10⁻⁻19 കൂളം. അപ്പം എത്ര എണ്ണമുണ്ട് ചാർജസ്, അതേ ഇൻറ്റു ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ചെയ്താൽ ആ സിസ്റ്റത്തിൻ്റെ മൊത്തവും ചാർജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ക്വാണ്ടൈസ്ഡ് എന്നുള്ള വാക്കിൻ്റെ പ്രസക്തി എന്താണ്? അതായത് എന്നിന് 1 2 3 അങ്ങനത്തുള്ള നമ്പേഴ്സ് മാത്രമേ പോസിബിൾ ഉള്ളൂ. ഡെസിമലോ ഇൻഡിജേഴ്സോ ഡെസിമലോ ഫ്രാക്ഷൻസോ ഒന്നും പോസിബിൾ അല്ല. ഓൺലി നമ്പേഴ്സ് ആർ പോസിബിൾ ദെയർ. അപ്പം അതുകൊണ്ടാണിത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് നമ്മൾ പറയുന്നത്. ബേസിക് യൂണിറ്റിൻ്റെ ഓഫ് ചാർജിന് ഗുണം എത്ര എണ്ണം അവിടെ ഉണ്ട്, അതായിരിക്കും ആ സിസ്റ്റത്തിൻ്റെ മൊത്തവും ചാർജ്. ഇത് വെച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതാണ് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, Q 1 കൂളം ആണെങ്കിൽ N എത്രയാണ്? ആൻസർ എങ്ങനെ വരും?
n ഈക്വൽസ് Q/E, അതായത് 1 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻19. അപ്പം ഈ ഒരു രീതിയിൽ ചില സമയത്ത് n തരും, ചില സമയത്ത് Q തരും, n കണ്ടുപിടിക്കാൻ പറയും, അങ്ങനെ തിരിച്ചും മറിച്ചുമാണ് നമ്മുടെ പ്രോബ്ലം വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പലവട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതാണ് നമ്മളുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ചു കളയാണ്. ഇനി അടുത്ത നാലാമത്തെ പ്രോപ്പർട്ടി വരുന്നത് ഇറ്റ് ഈസ് ഇൻവേരിയൻറ്റ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണ് ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ചിട്ട് വെലോസിറ്റി മാറുമ്പോൾ മാസ്സും മാറും. അപ്പോൾ ഇൻവേരിയൻ്റ് ആണ്, ചാർജ് ഇൻവേരിയൻ്റ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം വെലോസിറ്റി മാറുമ്പോഴും ചാർജ് മാറില്ല. മാസ് മാറാം. റിലേറ്റിവിസ്റ്റിക് തിയറി, ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിസ്റ്റിക് തിയറി അനുസരിച്ച് മാസ് മാറാം, വെലോസിറ്റി മാറുന്ന അനുസരിച്ച്, ടൈം മാറുന്ന അനുസരിച്ച്. പക്ഷേ ചാർജ് മാറില്ല. ഇറ്റ് വിൽ ഓൾവേസ് റിമെയിൻ ദ സെയിം. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി കൺസർവേഷൻ ഓഫ് ചാർജ്. നിങ്ങൾക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജി നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലേ. എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫർഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഇതുപോലെ ഏകദേശം സെയിം ആണ് കൺസർവേഷൻ ഓഫ് ചാർജ്. പറയുന്നത് എന്താണ്? ചാർജസ് ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. ഇതാണ് 5 പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. പിന്നെ അഡിറ്റിവിറ്റി, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ഇൻവേരിയൻ്റ് ആണ്, കൺസർവേഷൻ ഓഫ് ചാർജ്. ഈ 5 പ്രോപ്പർട്ടീസാണ് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂളോംസ് ലോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് കൂളോംസ് ലോ? 2 ചാർജസ് ഇരിക്കുകയാണ്. ഈ 2 ചാർജസും തൽക്കാലം നമുക്ക് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. പോസിറ്റീവോ നെഗറ്റീവോ ആകാം. ഈ 2 ചാർജസും തമ്മിലുള്ള ദൂരം r ആണ് എങ്കിൽ ഇവർ തമ്മിൽ, ഇപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ആകാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് പിന്നെ എന്താ പറയുക, അട്രാക്ഷൻ ആകാം, റിപ്പൾഷൻ ആകാം. ഒരേ ചാർജസ് ആണെങ്കിൽ റിപ്പൾഷൻ ആകാം, ഓപ്പോസിറ്റ് ആണെങ്കിൽ അട്രാക്ഷനും ആകാം. അപ്പം ദ ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ഈ 2 ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എന്തിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇവർ തമ്മിലുള്ള ചാർജസ്, അതായത് ഈ ചാർജ് വലുതാണെങ്കിൽ ഫോഴ്സ് വലുതായിരിക്കും. അപ്പം ഫോഴ്സ് എഫ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്. ഇനി ഇവർ തമ്മിലുള്ള സെപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ സെപ്പറേഷനെ ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ അല്ല, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/r². സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്രപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ r². ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റൻ്റ് ഇട്ട് ഗുണിക്കുകയാണ്. ആ കോൺസ്റ്റൻറ്റിന് നമുക്ക് K എന്ന് വേണമെങ്കിൽ പറയാം. Q1 Q2 ബൈ r². ഈ കെയുടെ വാല്യൂ, ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സിസ്റ്റം, ഈ 2 ചാർജസ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന എയർ ഓർ വാക്വത്തിലാണ്. അപ്പോൾ കെയുടെ വാല്യൂ 1/4πε0, where ε0 is the permittivity of free space. അതിനൊരു വാല്യൂ ഉണ്ട്. ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. 8.85 ഇൻറ്റു 10⁻⁻12. യൂണിറ്റ് പറയാം,
കൂളം സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -1 മീറ്റർ റേസ് ടു -2. സോ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. k ഈക്വൽസ് 1/4 ഇൻറ്റു പൈയുടെ വില എന്താണ് 3.14 ഇൻറ്റു എപ്സിലോൺ സീറോയുടെ വില എന്താണ് 8.85 ഇൻറ്റു 10 റേസ് ടു -12. ഇത് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 9 ഇൻറ്റു 10 റേസ് ടു 9. അപ്പോൾ കെക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം 9 ഇൻറ്റു 10 റേസ് ടു 9 Q1 Q2 ഡിവൈഡഡ് ബൈ r² ആണ് F. ഇപ്പോൾ കൂളംസ് ലോ എന്താണ് എന്നൊന്നും കൂടെ പറഞ്ഞു തരാം. രണ്ട് ചാർജസ് ഉണ്ട് Q1ഉം Q2. They are separated by a distance r and placed in air or vacuum. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് attraction or repulsion is directly proportional to the product of their charges and inversely proportional to the square of the distance between them. ഇത് കമ്പൈൻ ചെയ്ത് F is equal to Q1 Q2 by r² എന്ന് എഴുതുന്നു. വി ഓൾ നോ ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റൻ്റ് ഇട്ട് ഗുണിക്കുന്നു. K Q1 Q2 by r². ഈ കെയുടെ വില എന്താണ് 1/4πε0. ഈ ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതൊരു പ്രോപ്പർട്ടീനെ സൂചിപ്പിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 8.85 ഇൻറ്റു 10 റേസ് ടു -12 കൂളം സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -1 മീറ്റർ റേസ് ടു -2. ഇനി കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4 ഇൻറ്റു 3.14 ഇൻറ്റു 8.85 ഇൻറ്റു 10 റേസ് ടു -12 കൊടുത്താൽ 9 ഇൻറ്റു 10 റേസ് ടു 9. അപ്പോൾ ഇത്രയുമാണ് ഒരു പ്രിലിമിനറി സെക്ഷൻ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് സ്റ്റേറ്റ് കൂളോംസ് ലോ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ എഴുതേണ്ട ആൻസർ. ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൂളംസ് ലോ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാം. സ്റ്റേറ്റ് ചെയ്യാൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാം. ഈ Q1 Q2ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് തിരിച്ച് Q2 Q1ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഒരേ സമയം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സേർട്ട് ചെയ്യും. പക്ഷേ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ഇത് 1, 2ലേക്ക് എക്സേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ F12 എന്നാണ് പറയുന്നത്. അതുപോലെ തിരിച്ച് 2, 1ലേക്ക് എക്സേർട്ട് ചെയ്യുന്നത് F21. ഇത് രണ്ടും സെയിം ആണോ? ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. വെക്റ്റർ ആകുമ്പോൾ നമ്മൾ ക്യാപ്പ് ഇട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണോ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ വ്യത്യാസമാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതും? ഇതെങ്ങനെ എഴുതും? 1/4πε0 Q1 Q2 അവിടെ വരെ സെയിം ആണ്. ഡിസ്റ്റൻസ് എഴുതുമ്പോൾ R21 എഴുതണം. ഇത് വെക്റ്ററാണ്. അതുപോലെ R21 ക്യാപ്പ് ഇതൊരു യൂണിറ്റ് വെക്റ്ററാണ്. അതുപോലെ ഇത് എഴുതുന്നത് 4πε0 Q1 Q2 R12 സ്ക്വയർ ഗുണം ഇവിടെ ഈ യൂണിറ്റ് വെക്റ്റർ ഇട്ട് ഗുണിക്കുക. സോ F12 is equal to F21 നമുക്ക് എഴുതാൻ പറ്റില്ല. ഇത് ഒരു ഡയറക്ഷൻ മാത്രം വ്യത്യാസമുണ്ട്, ഒരു നെഗറ്റീവ് സൈൻ്റെ വ്യത്യാസമുണ്ട്. F12 is equal to minus of F21. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെ എഴുതുന്നതിനെ എന്താ പറയുന്നത്? നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനെ F12 F21 ഇങ്ങനെ എഴുതുന്നതിനെ കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം എന്നാണ് നമ്മൾ പറയുന്നത്. കൂളംസ് ലോ സാധാരണ എഴുതുന്നതാണ് ഞാൻ ആദ്യം പഠിപ്പിച്ചത്. ഇപ്പോൾ എഴുതുന്നത് കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ഇവിടെ കൊടുക്കുന്ന അതേ യൂണിറ്റ് വെക്റ്റർ വേണം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ 1 2 ആകുമ്പോൾ ഇവിടെ 2 1 വരും, 2 1 ആകുമ്പോൾ ഇവിടെ 1 2 വരും, അതേ യൂണിറ്റ് വെക്റ്ററും വരും. അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ മതി. പരീക്ഷയ്ക്ക് കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ വേണം എഴുതാൻ. ഇനി കൂളംസ് ലോയിൽ ഇപ്പോൾ നമ്മൾ ഈ ചാർജസ് എയറിലോ വാക്വത്തിലോ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സപ്പോസ് ഇതൊരു മീഡിയത്തിലാണ് ഇരിക്കുന്നത്. മീഡിയത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഫോമുലയ്ക്ക് എങ്ങനെ ചേഞ്ച് വരും? ശരിക്കും എഫ് എയർ ആണെങ്കിൽ 1/4πε0
Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇപ്പോൾ ഈ ചാർജസ് ഇരിക്കുന്നത് ഒരു മീഡിയത്തിലാണ് എങ്കിൽ ഈ ഫോമുല എങ്ങനെ വരുന്നു? 1/4πε0 മാത്രം പോരാ, എപ്സിലോൺ ആർ വരണം. ഇവിടെ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. അത് ഓരോന്നിനും ഓരോ വാല്യൂ ആണ്. വാട്ടറിനൊരു വാല്യൂ ആണ്, കെറോസിനൊരു വാല്യൂ ആണ്, മനസ്സിലായോ? പക്ഷെ ബാക്കി എല്ലാം സെയിം ആണ്. Q1 Q2 ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് എഫ് മീഡിയം എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ എന്ന് എഴുതാം. അപ്പം എയറിലുള്ളതിനേക്കാളും എപ്പോഴും ഡിവൈഡ് ചെയ്യുന്നു ഒരു വാല്യൂ. ഇപ്പം 10/2 ചെയ്യുമ്പോൾ 5, 10നേക്കാളും കുറവായിരിക്കും വാല്യൂ. എഫ് എയറിലായിരിക്കും കൂടുതലുള്ളത്. എഫ് മീഡിയത്തിൽ എപ്പോഴും എഫ് എയറിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. ഇതിൽ അസൈൻമെൻറ്റ് വരുന്നുണ്ട്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഞാൻ വാട്സപ്പിൽ ഇട്ടേക്കാം. അത് ഇന്ന് ബുധനാഴ്ച 6 മണിക്ക് മുൻപായിട്ട് എല്ലാവരും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് പേഴ്സണലായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് സെൻഡ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഞാൻ വാട്സപ്പിൽ ഇടുന്നതാണ് കേട്ടോ. അസൈൻമെൻ്റ് ആയിട്ട് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അതിൻ്റെ ആൻസർ എനിക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയയ്ക്കുക. അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻറ്റേർണലിനുള്ള ഇവാലുവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.